ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് ഹൈദരാബാദിലെ ഗോൾക്കൊണ്ട കോട്ടയിലാണ്. ഞാൻ ഇന്നലെ ഹൈദരാബാദ് സിറ്റിയിലേക്ക് ലോഡ് കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ 11 മണിക്ക് ലോഡ് ഇറക്കി തീർന്നു. പക്ഷേ വണ്ടി രാത്രി 10 മണി കഴിഞ്ഞിട്ട് സിറ്റി വിട്ട് പോകാൻ കഴിയുള്ളൂ, നോൺ ട്രെയിൻ ഉണ്ടായതുകൊണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഒരു ബോർഡിലുണ്ട് ഗോൾക്കൊണ്ട റോഡ് എന്ന് കണ്ടപ്പോൾ ഞാൻ വെറുതെ ഗോൾക്കൊണ്ട കോട്ട ഒന്ന് അടിച്ചു നോക്കി. ഗോൾക്കൊണ്ട ഫോർട്ട് ഇപ്പോൾ 13 കിലോമീറ്ററേ ഉള്ളൂ ആകെ. അപ്പോൾ ഒരു വർഷം മുമ്പ് എൻ്റെ അനിയനും ഞാനും കൂടി ഒരു യാത്ര, ഞാൻ പോണ ലോറിയിൽ ഹൈദരാബാദ് MRFക്ക് ലോഡും കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അനിയന് അന്ന് വണ്ടി അവിടെ ആൾട്ടായപ്പോൾ ഈ സ്ഥലമൊക്കെ പോയി കണ്ടു. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ അവിടെ നിന്ന് പോകണം, നല്ല മനോഹരമായ സ്ഥലമാണെന്ന്. അപ്പോൾ എനിക്ക് അപ്പോഴാണ് അന്ന് അനിയൻ പറഞ്ഞ് എന്ന് ഓർമ്മ വന്നത്. അങ്ങനെ ഞാൻ ഈ മനോഹരമായ കോട്ട കണ്ടു, ചരിത്ര സ്മാരകം കണ്ടു. നിങ്ങളൊക്കെ ഒന്നിവിടെ വരണം. അത് ഭയങ്കരമായ ഒരു സ്ഥലമാണ്. കാരണം ഒരു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യൻ പണി കഴിപ്പിച്ചാണല്ലോ ഇതൊക്കെ ഒന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തന്നെയാണ്. അന്ന് എല്ലാ ടെക്നോളജികളും ഉള്ള കാലത്ത് അന്ന് ഒരു ടെക്നോളജി ഇല്ലാതെ മനുഷ്യന്മാർ കെട്ടിയുണ്ടാക്കിയാണല്ലോ ഈ കുന്നിൻ്റെ മുകളിൽ ഈ കോട്ട. ഞാൻ നേരെ റിവേഴ്സാണ് പോണത്. ആദ്യം കാണിക്കേണ്ടത് അവസാനമാണ് കാണിക്കുന്നത്. ഞാൻ കോട്ടൻ്റെ ഏറ്റവും മുകളിലാണുള്ളത്. നമുക്ക് ഓരോരോ കാഴ്ചകൾ കാണാം. പലരും പറയാറുണ്ട്, ഫിറോസാൻ ലോറി യാത്ര നടത്തുമ്പോൾ എന്നൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് വിട്ടൂടെ. പക്ഷേ ലോറി യാത്രകളിൽ അങ്ങനെ സമയം കിട്ടാറില്ല. നമുക്ക് ലോഡ് കയറ്റണം, ലോഡ് ഇറക്കണം, വാടക വാങ്ങണം, പിന്നെ ഭക്ഷണം ഉണ്ടാക്കണം, കഴിക്കണം, ഉറങ്ങണം, ബാത്റൂമിൽ പോകണം, അങ്ങനെ ഒരുപാട് ചുറ്റുപാടുകളുണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്കൊരു വീഡിയോ ചെയ്യാനൊന്നും സമയമൊന്നും കിട്ടാറില്ല. എന്നാലും കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഒരു നല്ല വീഡിയോ എന്ന് മാത്രമല്ല, നിങ്ങൾ ഈ കാഴ്ചകളൊക്കെ കാണാത്തവർ കേട്ടോ, ഒരുപാട് പേര് കണ്ടവരുണ്ടാവും. കാണാത്തവർ ഈ മനോഹരമായ ചരിത്ര സ്മാരകം ഗോൾക്കൊണ്ട കോട്ട ഒന്ന് കാണണം. നമുക്ക് ഓരോരോ കാഴ്ചകൾ കാണാം. ഓക്കെ, ഞാനിപ്പോൾ കോട്ടയുടെ ഏറ്റവും മുകളിലത്തെ നിലയിലാണുള്ളത്. അവിടുന്ന് ദൂരത്തിൽ നമ്മൾ ഹൈദരാബാദ് നഗരമൊക്കെ കാണണം, നിങ്ങൾക്ക് കാണാം. ഹൈദരാബാദ് സിറ്റിയും പിന്നെ ഈ കോട്ടയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാം നിങ്ങൾക്ക്. കോട്ടയിലെ ടൂറിസ്റ്റുകളെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കോട്ടയിലേക്ക് കയറി വരുന്ന കോട്ടവാതിലൊക്കെ പഴയ കാലത്തെ കോട്ടവാതിൽ ഇപ്പോഴും അതേപോലെ ഉണ്ട്. അതിൽ കൂടെ വാഹനങ്ങളൊക്കെ ഓടുന്നുണ്ട്. അവിടെ ചെറിയൊരു ബ്ലോക്ക് ഉണ്ട്. ഞാനിങ്ങോട്ട് വന്ന കാര്യം കൂടി പറയാം. കോട്ടയിലേക്ക് ഞാൻ വന്നത് ബൈക്കിലാണ് വന്നത്. 150 രൂപ പെട്രോൾ കാശ് കൊടുത്തിട്ട് ബൈക്കിൽ നമ്മളെ എത്തിക്കണ സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ബൈക്കിൽ വന്നു. എന്നിട്ട് ഞാൻ കുറച്ച് നേരമായി വന്നിട്ട് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. അത്രയും വൈബായതുകൊണ്ടും ഈ ചരിത്ര സ്ഥലം നമുക്ക് അങ്ങോട്ട് വിട്ടുപോകാൻ കഴിയാത്തതുകൊണ്ട് ഞാനിവിടെ തന്നെ കുറേ നേരം സ്റ്റേ ചെയ്തു. രാത്രി 10 മണി കഴിഞ്ഞിട്ടല്ലേ ഏതായാലും വണ്ടി എടുത്ത് പോകാൻ പറ്റുള്ളൂ. അപ്പം ബാക്കി കാഴ്ചകൾ കാണാം നമുക്ക്. കോട്ടൻ്റെ ഏറ്റവും മേലെന്നുള്ള വ്യൂസാണിത്. അത് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ നമ്മളെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള മനുഷ്യന്മാരുണ്ടാക്കിയിട്ടതാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴേ ഞാനത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിങ്ങളിതൊക്കെ നേരിട്ട് കണ്ട് അനുഭവിക്കണം. വല്ലാത്തൊരു വൈബാണ് ഇതൊക്കെ. കോട്ടൻ്റെ ഏറ്റവും മേലെന്നുള്ള വ്യൂസാണ് ഇതൊക്കെ. ഈ കെട്ടിടം ഗൈഡുമാർ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത് ഈ രാജാവ് താമസിച്ചിരുന്ന മുറിയായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഇവിടുന്ന് നോക്കിയാൽ താഴത്തേക്കുള്ള എല്ലാ കാഴ്ചകളും കാണാം, എല്ലാം കാണാം. അവിടെ എന്ത് നടക്കുന്നുണ്ടെന്ന് അറിയാം. അപ്പോൾ താഴത്തുനിന്ന് കൈ കൊട്ടിയാൽ ഈ മേലേക്ക് കേൾക്കുന്ന ഒരു മലയാളിനെ കണ്ടപ്പോൾ മലയാളി എന്നോട് പറയുണ്ടായി. ಅದು ಮಾಡ್ತಾರೆ
താഴത്തെ കാഴ്ചകളൊക്കെ നമുക്ക് ഇങ്ങനെ കാണാം ഓരോന്നോരായിട്ട്. അവിടെ ഒരു 2 പാറ കണ്ടോ, അവിടെ ഒരു അമ്പലമുണ്ട്. നമുക്കിനി താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങാം. മേലത്തെ കാഴ്ചകൾ കഴിഞ്ഞു. നമ്മൾ തിരിച്ച് ഇറങ്ങുകയാണ്. താഴെ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. ഞാൻ ആദ്യം എടുക്കേണ്ട അവസാനം, അവസാനം എടുക്കേണ്ട ആദ്യം എന്ന് പറഞ്ഞ പോലെ തല തിരിച്ചാണ് ഇത് വീഡിയോ ചെയ്യണത്. കാരണം ഇനി മേലേക്ക് താഴെ പോയി മേലേക്ക് കയറാൻ ഒരുപാട് നടക്കാണ്ട്, ഒരുപാട് കിലോമീറ്റർ കണക്കിനുണ്ട് ഈ സ്ഥലം. അപ്പോൾ പിന്നെ നേരം വൈകും, തിരിച്ച് ലോറിൻ്റെ അടുത്തേക്ക് പോകണ്ടേ. 13 കിലോമീറ്റർ ഇനി തിരിച്ചു പോകണം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം. ഇത് നമ്മൾ കണ്ട രാജാവിൻ്റെ ആ റൂമിൻ്റെ കൊട്ടാരത്തിൻ്റെ താഴെ വശങ്ങളാണ്. സെക്യൂരിറ്റി ഗാർഡ് ഉണ്ട് ഇവിടെ, കണ്ടല്ലോ. രാജാവ് താമസിച്ചിരുന്ന മണിമാളിക, പഴയ കാലത്തെ. നമ്മളൊന്ന് എല്ലാ ആധുനിക സൗകര്യത്തോടും ജീവിക്കുമ്പോഴേ ഇതൊന്നുമില്ലാത്ത കാലത്തും ഞാൻ മറ്റേ ഇതുണ്ടല്ലോ, ബാഹുബലി സിനിമ കണ്ടപ്പോൾ അത് പൂർണ്ണമായി ഫിക്ഷനാണെന്നൊക്കെ തോന്നിയിരുന്നു. പക്ഷേ ഈ കോട്ട കണ്ടപ്പോൾ മനസ്സിലായി ബാഹുബലിയിലെ പോലെ കഥാപാത്രങ്ങളൊക്കെ ഈ ലോകത്ത് ജീവിച്ചിരുന്നു എന്നും അവരിങ്ങനെയുള്ള മണിമാളികൾ ജീവിച്ചിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാണ്. ഇതൊക്കെ കാണണം, ഇതൊക്കെയാണ് നമ്മൾ കാണേണ്ടത്. ചരിത്രങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇതാണ്. ഒക്കെ കരിങ്കല്ല് കൊണ്ടാണ് ഇത് ഫുള്ള് പടുത്തിട്ടുള്ളത്. താഴത്തേക്കുള്ള കാഴ്ചയാണല്ലോ. ഇത് രാജാവിൻ്റെ കോട്ട. ഇവിടെയാണ് അമ്പലം കാണുന്നത്. അമ്പലം കുറേ ടൂറിസ്റ്റുകൾ ഒരുപാടുണ്ട് ഇവിടെ. പിന്നെ അമ്പലത്തിൻ്റെ അവിടെ പോവാം. പിന്നെ വെള്ളം കുടിക്കാനും പിന്നെ ഇരിക്കാനൊക്കെ ചെറിയ സൗകര്യമുണ്ട്. ഒരു 2-3 മരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അതും കൂടി ഒന്ന് കാണാം ആദ്യം, എന്നിട്ട് ഇങ്ങനെ കാഴ്ചകൾ കാണാം. ആ കാണുന്നതാണ് ഞാൻ പറഞ്ഞ കൂൾബാറ്. ഇവിടെ നമ്മൾ ഈ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ടയർഡാവും, വെള്ളത്തിന് ദാഹിക്കും. അങ്ങനെ ചെറിയൊരു സൗകര്യമുള്ളൂ. ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെയാണ് ഇവിടെ ഫുഡിന് വരെ സൗകര്യം ചെയ്യാവുന്ന തരത്തിലുള്ള സെറ്റപ്പൊക്കെ ചെയ്യുക. പക്ഷേ ഒന്നുമില്ല, ഇതന്നെ ഉള്ളൂ, ചെറിയ സൗകര്യമുള്ളൂ. അതിൽ തന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ കയ്യിൽ ക്യാഷ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ പെടും ഇവിടെ. കാരണം ഇവിടെ ഗൂഗിൾ പേയോ ATM കാർഡോ ഒന്നും സ്വീകരിക്കില്ല. ഓൺലി ക്യാഷ്, പൈസ വേണം. ഞാൻ കുറച്ച് ചെക്കന്മാർ ടൂറിസ്റ്റുകൾ വന്നിട്ട് അവർക്ക് പൈസ ഉള്ളതായിട്ട് ഞാൻ ലാസ്റ്റ് അവരെനിക്ക് ഗൂഗിൾ പേ ചെയ്ത് തന്നിട്ട് അവർക്ക് ക്യാഷ് കൊടുത്തേക്കണം. ഈ ചെറിയ സൗകര്യമുള്ളൂ. ഇത്രയും ടൂറിസ്റ്റുകാർക്ക് ഇവിടെ വെള്ളം കുടിക്കാനോ ഭക്ഷണം കഴിക്കാനൊക്കെ ചെറിയ സൗകര്യം. ഇതാണ് ഞാൻ പറഞ്ഞ അമ്പലം. ആദിവാസികൾ ഉണ്ടാക്കി എന്ന് പറയപ്പെടുന്ന അമ്പലം ഇവിടെ ഉണ്ട്. അമ്പലത്തിനകത്തേക്കൊന്നും ഞാൻ കയറുന്നില്ല, അത് ഒരു വിവാദമാകണ്ട. ഇതാണ് അമ്പലം. വേറെ വീസിലും കൂടി അമ്പലത്തിനെ നമുക്ക് കാണാം. ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതാണ്. നമുക്ക് ഇവിടെ നിന്നൊന്ന് കാണാം. ഇതാണ് അമ്പലത്തിൻ്റെ മുൻഭാഗം. ഇതാണ് ഉണ്ടോ, പാറൻ്റെ മേലാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ആദിവാസികൾ ഉണ്ടാക്കി എന്ന് പറയപ്പെടുന്ന അമ്പലം.
വേറെ എന്തൊക്കെ ചരിത്ര കഥകളുണ്ട് കേട്ടോ. അതിപ്പോൾ വേറൊരു മലയാളിനെ അവിടുന്ന് പരിചയപ്പെട്ടു. അപ്പോൾ ആ മലയാളി പറഞ്ഞത് വേറൊരു കഥയാണ്. അത് ഞാൻ പിന്നെ പറയാം. ഉണ്ടല്ലോ, ഇനി അവിടെ ഒരു പള്ളി പോലൊരു സെറ്റപ്പ് ഉണ്ട്, അതും കൂടി നമുക്ക് കാണാം. ഇതൊരു മതേതരത്വത്തിൻ്റെ പ്രതീകം പോലെ ഒരു പള്ളി അമ്പലം ഒരു ചരിത്ര സ്മാരകത്തിൽ ഉണ്ടാകുക എന്ന് പറയണത് അത് വലിയൊരു കാര്യം തന്നെയാണല്ലോ. കണ്ടോ, ഒരു മിനാരൊക്കെ കാണുന്നുണ്ടോ? അതാണ് പള്ളി ഞാൻ പറഞ്ഞത്. പള്ളി പോലെ അവിടെ ഉണ്ട്. ഇത് ഭയങ്കര സംഭവം തന്നെയാണത്. കാരണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യന്മാരുണ്ടാക്കിയത് ഇതൊക്കെയാണ് കാണേണ്ടത്. പക്ഷെ ഇത് ഈ സർക്കാരൊന്നും ഇത് നല്ലപോലെ കെയർ ചെയ്യണില്ല, സംരക്ഷിക്കണില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ കുറച്ച് നേരത്തെ മൂത്രമൊഴിക്കാൻ മുട്ടിയ വിറ്റുണ്ട്. മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ട് ഇവിടെ മൂത്രമൊഴിക്കാൻ സൗകര്യമില്ല. അപ്പോൾ ഞാൻ ഒരു സെക്യൂരിറ്റിക്കാരനോട് ചോദിച്ചു എവിടെ മൂത്രമൊഴിക്കുക സാറേ? അപ്പോൾ അതിനൊന്നും സൗകര്യമില്ല, ഇന്ത്യയിൽ തന്നെ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളെവിടെ മൂത്രമൊഴിക്കുക ചോദിച്ചു. അവർ മനുഷ്യന്മാരല്ല, അവർക്ക് തൊഴിക്കണ്ടേ, ഒഴിവാക്കണ്ടേ. അപ്പോൾ ലാസ്റ്റ് അയാൾ എന്നെ കൊണ്ട് കുടുങ്ങി. അയാൾ പറഞ്ഞ് കുറച്ച് ഒഴിഞ്ഞൊരു സ്ഥലം കാണിച്ചു തന്നെ, അവിടെ പോയി ഒഴിച്ചോളി നിങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയും വലിയൊരു ചരിത്ര സ്ഥലമാണ്, ഇന്ത്യയിൽ അറിയപ്പെടുന്ന ചരിത്ര പ്രധാനമായ സ്ഥലമാണ്. ഇവിടെ ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്നതാണ്. അവർക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ മൂത്രമൊഴിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. താഴെ ഇവിടെ ഒരു സ്ഥലം 2 സ്ഥലം ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ മേലെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വ്യൂസ്, കാഴ്ചകൾ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചപ്പോൾ സെക്യൂരിറ്റിക്കാരൻ ചിരിക്കുക. അവർക്ക് അത്രയേ ഉള്ളൂ, അല്ലാതെ ഒന്നുമില്ല. നമുക്ക് ആ പള്ളീൻ്റെ കാഴ്ച ഒന്ന് കാണാം. ഉണ്ടോ, പള്ളി പോലല്ലേ ആ മിനാരങ്ങൾ കാണുന്നുണ്ടോ? അതവിടെ കാണുന്നുണ്ട്. ഇവിടെ ഫുള്ള് കരിങ്കല്ലാണ് ഇതൊക്കെ. എന്തതിൻ്റെ ഒരു സെറ്റപ്പ്. എൻ്റെ അനിയൻ അന്ന് എന്നോട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാനിങ്ങനെ ഇത്രയും മനോഹരമായ ഒരു സ്ഥലം ഞാൻ കാണുമായിരുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെയല്ലേ കാണേണ്ട കാഴ്ചകൾ, അല്ല വീഗാലാൻഡും വണ്ടർലയും കണ്ടിട്ട് എന്താ കാര്യം? പള്ളി പോലല്ല ഇത് കൂടി കാണാം നമുക്ക്. പക്ഷെ അതിനകത്ത് കയറാനുള്ള സൗകര്യമില്ല കേട്ടോ. അമ്പലത്തിൽ കയറുന്ന പോലെ പള്ളിക്കകത്ത് കയറാനുള്ള സൗകര്യമില്ല, അവരത് അടച്ചിട്ടിട്ടുണ്ട്. ഗേറ്റ് പൂട്ടിയിട്ടൊക്കെയാണ്. നേരത്തെ അവിടെ പോയപ്പോൾ കണ്ടു. ഇതാണ് പള്ളി. ഇതിൻ്റെ ചരിത്രം ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി വായിച്ചില്ല. ഇതൊരു ഹിന്ദു രാജാക്കന്മാർ ആണിത് ഫസ്റ്റ് ഉണ്ടാക്കിയതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ മുസ്ലിം രാജാക്കന്മാരെ ഏറ്റെടുത്തിട്ട് ഇന്നത്തെ ഈ കോട്ട ഈ ലെവലിൽ ആക്കിയത് പിന്നെ മുസ്ലിം രാജാക്കന്മാരാണെന്ന് പറഞ്ഞിട്ടുള്ളത്, ആ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളത്. അവിടെ കയറാൻ പാടില്ല. ഒരു പട്ടിയും 2 സെക്യൂരിറ്റിക്കാരുണ്ട്, കൊടുക്കുന്ന അലൗട്ടില്ല. ഇതാണ് ഞാൻ പറഞ്ഞ പള്ളി പോലെ ഉള്ള സ്ഥലം എന്ന് പറഞ്ഞല്ലേ, ഇതാണ്. എത്രയോ ആളുകൾ എന്നോട് പറയാറുണ്ട്, ഫിറോസ് ബാബു നിങ്ങൾ ലോറിയിൽ യാത്ര ചെയ്യണമല്ലേ, നിങ്ങൾ എത്രയോ സ്ഥലങ്ങൾ കാണുന്നുണ്ട്, ഇതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് യൂട്യൂബിലിട്ടാൽ എത്രയോ ആളുകൾക്ക് ഈ കാഴ്ചകൾ കാണാം. യൂട്യൂബ് ചാനൽ എന്താ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി ക്ലിക്കായാൽ കാണാൻ ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പൈസയും കിട്ടും, ആളുകൾക്ക് കാണുകയും ചെയ്യാം. നിങ്ങൾക്ക് അതിനൊക്കെ ശ്രമിച്ചുകൂടെ പല ആൾക്കാരും പറയാറുണ്ട്. പക്ഷെ ഞാനത് അത്ര സീരിയസ് ആയിട്ട് എടുക്കുകയല്ല. കാരണം എനിക്ക് യൂട്യൂബിൽ വീഡിയോ ചെയ്യണേക്കാളൊക്കെ ഇഷ്ടം എഴുതുക, കഥകൾ എഴുതുക, അതൊക്കെയാണ്. പക്ഷേ അത് മാത്രമല്ല, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം കഥ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ലക്ഷക്കണക്കിന് എഴുത്തുകാരുണ്ട്. അതിലൊരു 10-20 ആൾക്കാരെ അതിൽ ക്ലിക്കാണുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഇന്ന പോലെ വെറും സാധാ എഴുത്തുകാർ മാത്രമാണ്, ഒരിക്കലും എവിടെ എത്താൻ സാധ്യതയില്ലാത്ത എഴുത്തുകാർ. അപ്പോൾ എഴുത്ത് എന്നുള്ളതിനൊക്കെ ഒന്ന് കുറച്ചാണ്ട് ഇങ്ങനെയുള്ള ആളുകൾ കണ്ട് ആസ്വദിക്കാൻ കഴിയണേ. പല ആളുകൾക്കും യാത്ര ചെയ്യാൻ കഴിയില്ല, സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആളുകളുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഷെയർ ചെയ്യുമ്പോൾ യൂട്യൂബിലും ഒക്കെ ഇത് കാണാമല്ലോ. അപ്പോൾ അവർക്കും ഇതുപോലൊരു നാട്ടിലെത്തിയൊരു ഫീല് കിട്ടുമല്ലോ അല്ലേ. നമുക്ക് ആ പള്ളിൻ്റെ കാഴ്ചകളൊന്നും കൂടി കാണാം. ഞാൻ പള്ളി തുടരെ കാണിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഇപ്പോൾ ഇവനിങ്ങനെ പള്ളി ഇങ്ങനെ കാണിക്കണമെന്ന് പറഞ്ഞാൽ, ഇത് ഒരു മുസ്ലിം രാജാക്കന്മാർ ഒരുപാട് കാലം ഭരിച്ചിരുന്നൊരു കോട്ടയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഞാനിത് അങ്ങനെ തുടരായിട്ട് കാണിക്കുന്നത്. പള്ളീൻ്റെ കവാടം കണ്ടില്ലേ ഞങ്ങൾ, ഇവർ അടച്ചിട്ടിരിക്കുകയാണ്. ഈ പള്ളിയൊക്കകത്ത് കയറാനുള്ള ഒരു ഓപ്ഷൻസും ഇല്ല. പള്ളി എന്നൊന്നും പറയാൻ പറ്റില്ല, അതിങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ കർണാടകത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഇതൊരു 2 മിനാറൊക്കെ അല്ല, എന്താ ഇതിന് പറയാമെന്ന് എനിക്ക് വ്യക്തമായിട്ടല്ല. ഞാൻ കർണാടകത്തിലൊക്കെ ഇത് ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. ഇതിവിടെ അടച്ചിട്ടിരിക്കുകയാണ്.
ഇനി നമുക്ക് വേറെ കാഴ്ചകളിലേക്ക് പോവാം. ഇത് ഹൈദരാബാദ് സിറ്റിൻ്റെ അകത്ത് തന്നെ ആയതുകൊണ്ടേ സിറ്റി അവിടെ നമുക്ക് ഉഷാറായിട്ട് കാണാം. ഹൈദരാബാദ് നഗരം നമുക്ക് കാഴ്ചയിൽ കാണാം. നമ്മൾ മലയാളികളെ രണ്ടാളെ കണ്ടുപിട്ടിട്ടുണ്ട്. ഇവരെ മാത്രമല്ല, ഒരുപാട് ഒരു 10-15 മലയാളീസിനെ ഞാൻ പരിചയപ്പെട്ടു. നമുക്ക് ഇവരെ പരിചയപ്പെടാം. പേര് എന്താ? രാധാകൃഷ്ണൻ. എവിടെ സ്ഥലം? കൊടുങ്ങല്ലൂർ. ചേച്ചിൻ്റെ പേര്? ജയശ്രീ. രണ്ടുപേരും കൊടുങ്ങല്ലൂർ തന്നെ അല്ലേ? പിന്നെ എന്നാ ഇവിടെ എത്തിയത് ഇത് കാണാൻ? ഇന്നെത്തി. ഗോൾക്കൊണ്ട കാണാനായിട്ട് വന്നതാണോ അതോ ഇവിടെ 3 ഡേയ്സ് പിന്നെ ഹൈദരാബാദ് മൊത്തം കാണാൻ കാഴ്ചകൾ കാണാനല്ലേ? ഞാൻ നിലമ്പൂരാണ്. ഞാനൊരു ട്രക്ക് ഡ്രൈവറാണ്. അപ്പോൾ യാത്ര വരുമ്പോൾ ഇതുപോലെ വീഡിയോസൊക്കെ കൊടുക്കും. ലോറിക്കാരൻ എന്നാണ് ഒരു ചാനലിലിടാൻ. ഏതായാലും നിങ്ങളെ കണ്ടതിൽ സന്തോഷം. ഫിറോസ് ബാബു. ഞാനൊരു കഥ എഴുത്തുകാരൻ കൂടിയാണ്. കഥകളൊക്കെ എഴുതലുണ്ട്. ഇത് മോളായിരിക്കും അല്ലേ? ആ, കുറേ മലയാളീസ് ഉണ്ട്. ഒരുപാട് മലയാളികളുണ്ട് ഇവിടെ. ഇഷ്ടം പോലെ ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ മലയാളികൾക്കാണല്ലോ ചരിത്രത്തിനോടൊക്കെ വലിയ താല്പര്യം. ഓക്കെ, വളരെ സന്തോഷം. ആ, ആയിക്കോട്ടെ. ഓക്കെ. അപ്പോൾ നമ്മൾ മലയാളികളായിട്ട് സംസാരിച്ചു. ഇനി കൂടുതൽ കാഴ്ചകൾ കാണാം നമുക്ക്. ഇത് നിങ്ങളൊക്കെ വരണം ഈ കോട്ടയൊക്കെ കാണാൻ. ഭയങ്കര സംഭവം തന്നെയാണ്. ചരിത്രം എന്നൊക്കെ പറയണത് നമുക്ക് മുൻപ് എത്രയോ കാലഘട്ടങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന, ഒരു അടിസ്ഥാന സൗകര്യമില്ലാത്ത കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യന്മാരുണ്ടാക്കിയ ചരിത്ര വിസ്മയം. അതൊരു സംഭവം തന്നെയാണ്. മെയിൻ്റനൻസ് ചെയ്യാത്തതുകൊണ്ട് കുറേ പാളിച്ചകളൊക്കെ പറ്റിയിട്ടുണ്ട്. ഇവിടെ ഇത് ജയിലാണെന്ന് ഒക്കെയാണ് ഞാൻ വിചാരിച്ചത്. ഇതെന്തോ ഒരു മെയിൻ സൈന്യാധിപൻ ഇങ്ങനെ ഇതിൻ്റെ മേലെ, ഇതിൻ്റെ മണ്ടയിൽ ഇതൊക്കെ അടച്ചിട്ടൊക്കെയാണ്. ഇതൊക്കെ വേസ്റ്റായി കിടക്കുകയാണ്. പ്രാക്കൾ തൂറിയിട്ടും ഒക്കെ ഇറപ്പാക്കിയിട്ടുണ്ട്. പക്ഷേ എന്താ വെച്ചാൽ ഈ കരിങ്കല്ലുകൊണ്ട് ഉണ്ടാക്കി ഇതിൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കര തണുപ്പായിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ കയറാൻ നമുക്ക് യോഗമല്ല. അടിപൊളി സ്ഥലമാണ് ഇതൊക്കെ. ഇതുണ്ടല്ലേ? അപ്പോൾ ആ കാഴ്ചകൾ ആ പാറൻ്റെ മേലെയാണ് ഈ മറ്റേ ആ പിന്നെ കരിങ്കല്ല് പടുത്തിട്ട് അവിടെ അങ്ങനെ സെറ്റപ്പാക്കി മാറ്റിയുള്ളത്. കണ്ടില്ല ആ കാഴ്ച? ഞാൻ പറഞ്ഞ പാറ അതാണ്, കണ്ടോ? ആ പാറൻ്റെ മേലെയാണ് ഈ കല്ല് വെച്ചിട്ട് ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ ഉണ്ടോ? ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഞാൻ ഒരുപാട് ദൂരം മേലേക്ക് കയറി വന്നിട്ട് ഏറ്റവും മണ്ടയിൽ നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഇറങ്ങി പോകണം. ഹൈദരാബാദ് ടൗണ് കണ്ടോ? പിന്നെ കണ്ടോ ആ പിന്നെ മതിലുകൾ കണ്ടോ? കോട്ടമതിലാണത്. എത്ര കിലോമീറ്റർ അപ്പുറത്ത് അത് കിടക്കുന്നുണ്ടല്ലേ? അത് തന്നെയാണ് വലിയ ഒരു സംഭവം. കുടിക്കാൻ വെള്ളമൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷേ ഈ വെള്ളമൊക്കെ കുടിക്കാൻ പറ്റുമെന്നാവും. ഈ ടാങ്കൊക്കെ എന്ന് ക്ലീൻ ചെയ്താണെന്ന് പടച്ചോനറിയാം. കണ്ടാലൊരു ജയിൽ പോലെയൊക്കെ ഉള്ളൊരു സെറ്റപ്പ്. ജയിലൊന്നും ആവില്ല, അടിക്ക് കുഴിയാണ്. ഇതൊക്കെ എന്താണെന്നുള്ള ഇവിടുത്തെ ഗൈഡുമാരോട് ചോദിക്കും. ഗൈഡുമാർക്കും വലിയ അറിവൊന്നും ഉണ്ടാവില്ല. ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഈ ഗോൾക്കൊണ്ട ഫോർട്ടൊക്കെ നമ്മളെ കേരളത്തിലായിരുന്നെങ്കിൽ ഇതിനേക്കാളൊക്കെ ഉഷാറായിട്ട് സംരക്ഷിക്കപ്പെട്ടിരുന്നു. പിന്നെ ഓരോ കെട്ടിടത്തിനും മുമ്പിലും അതിൻ്റെ ചരിത്ര പ്രാധാന്യം അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇതൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ മൊത്തം കണ്ടതിൽ വളരെ 1-2 സ്ഥലത്ത് മാത്രമേ അതിൻ്റെ എന്താണ് ഏതാണെന്നുള്ളത് ഉള്ളൂ. വേറെ എവിടെയും ഒന്നുമില്ല. നമുക്കൊരു ഇതൊക്കെ ഉണ്ടോ? ഇതൊക്കെ അടച്ചിട്ടൊക്കെയാണ്. ഇതും ആകെ വൃത്തികേടായിക്കണേ. പ്രാക്കൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അവിടെ.
പ്രാവുകളെ ഒരുപാടുണ്ട്. താഴെ കാണുന്നുണ്ടല്ലോ കോട്ട. നമുക്ക് താഴെ ഭാഗത്തേക്ക് പോവാം. ഇത് കണ്ടോ, താഴത്തുനിന്ന് മേലേക്കുള്ള കാഴ്ചയാണ്. ഒരു കുന്നാണ് ഒരു കോട്ടയാക്കി മാറ്റിയുള്ളത്. അത് കണ്ടങ്ങൾ ആ ചരിത്ര സ്മാരകങ്ങളൊക്കെ, എന്താണ് ആ കാഴ്ചകളൊക്കെ? ഇതൊക്കെ മനുഷ്യനുണ്ടാക്കിയതാണല്ലോ. അത് ഒരു സാങ്കേതികതയും ഇല്ലാത്ത കാലത്ത് ആ കെട്ടിടങ്ങളൊക്കെ കാണില്ല നിങ്ങൾ. ഭയങ്കര അത്ഭുതം കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടുന്ന് ഇന്നൊരു ദിവസം കൂടെ സ്റ്റേ ചെയ്യാനും പോയി. ശരിക്കും ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ടൂറിസ്റ്റൊക്കെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം കൂടി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ ഭയങ്കര വൈഭവം. കാരണം ചരിത്ര അന്വേഷികൾ, ചരിത്രം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവർക്കൊക്കെ ഇത് ഭയങ്കര അത്ഭുതമാണ്. എത്രങ്ങാനും കെട്ടിടങ്ങളുടെ താഴെ ഇറങ്ങി. ഞാനവിടെയൊക്കെ രാവിലെ അവിടെയൊക്കെ കറങ്ങിയിട്ടാണ് അവസാനം മേലേക്ക് കയറിയത്. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ മേലത്തുനിന്ന് താഴത്തേക്ക് എടുത്തുനിന്ന് മാത്രം. ഉണ്ടോ ടൂറിസ്റ്റുകൾ അത്ര വന്നിക്കണേ, നമ്മളെ മലയാളികളും എല്ലാ ഭാഷക്കാരും. ഞാനൊരു 10 ഫാമിലിനെങ്കിലും കണ്ടിരുന്നു മലയാളികളെ. കുറച്ച് നേരത്തേക്ക് ടൂറിസ്റ്റുകൾ കുറവായിരുന്നു. ഇപ്പോൾ വെയിൽ ചൂടാറിയപ്പോഴേ ഒരുപാട് ആൾക്കാർ വരൽ തുടങ്ങി. ഞാൻ രാവിലെ തന്നെ ഒരു 11 മണിക്ക് ഇവിടെ വൈകുന്നേരമൊക്കെ എത്തിക്കണേ. അപ്പം ഒന്നും ഇത്ര ആൾക്കാരില്ലേ ഇനി. ഇപ്പോൾ കണ്ടോ ആളുകൾ നല്ലോണം വരുന്നുണ്ട്, ഇഷ്ടംപോലെ ആളുകളായി. ഇപ്പോൾ കണ്ടോ മലയാളികളെ സംസാരം കേട്ട് അവിടെയും മലയാളികൾ ഇരിക്കണ്ടേന്. എന്താണ് ആ കാഴ്ചകളൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ, ഭയങ്കരം തന്നെ. കാണില്ലേ കെട്ടിടങ്ങളൊക്കെ? ഇവിടെ രാത്രിയായി ലൈറ്റുകളൊക്കെ അലങ്കരിക്കുന്ന പറഞ്ഞത്. ഇതിനു മുമ്പ് ഇവിടെ വന്നൊരു മലയാളി ചേട്ടനെ കണ്ടു. ഞങ്ങൾ രാത്രി ആകുമ്പോൾ ലൈറ്റുകളൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് ഇവിടെ കാണാനെന്നാണ് പറഞ്ഞത്. നമുക്ക് താഴെ പോയി ഒന്നുകൂടി കാണാം. കണ്ടോങ്ങള് ഇതിൽ പല സ്ഥലങ്ങൾ, മറ്റേ മെയിൻ സ്ഥലങ്ങളിൽ രാജാക്കന്മാരും ഭാര്യമാരും, പിന്നെ ഈ ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ പണ്ടത്തെ പടയാളികളും അവരുടെ ഫാമിലിയും ഒക്കെയാണ് താമസിച്ചിരുന്നതെന്നാണ് ഇതിനെക്കുറിച്ചൊക്കെ ചോദിച്ച ആളുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെയാണ്. ഇത് കണ്ടോ ഒരു ടാങ്ക് പോലെ ഒരു സംഭവമാണ്. ഇപ്പോൾ വെള്ളം എന്തിനാണ് ഇതൊക്കെ ഉണ്ടാക്കേണ്ടത്? അതിലേക്ക് ഇറങ്ങാനുള്ളൊരു സജ്ജീകരണം ഇവിടെ ഉണ്ടോ? ഒരു വാതിൽ പോലെ ഉണ്ട്. ഇത് കണ്ടോ, അത് ഇവിടെയൊക്കെ എനിക്ക് കിടക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണെന്നുള്ളത് അറിയില്ല കേട്ടോ. ഇതൊക്കെ ഉണ്ടാക്കിയിട്ടിരിക്കണത് അതാ പഴയ കാലത്തെ മനുഷ്യന്മാരുണ്ടാക്കി ഇട്ടല്ലേ. പിന്നെ ചരിത്രം ഇങ്ങനത്തെ ഇതൊക്കെനോടൊക്കെ താല്പര്യമുള്ള ആളുകളോടൊക്കെ ചോദിച്ചാൽ മനസ്സിലാക്കാം. അത്രേ ഉള്ളൂ. നമുക്കൊന്നും വലിയൊരു അറിവില്ലല്ലോ. ഒക്കെ പടുത്തുയർത്തി കെട്ടിയുണ്ടാക്കിയല്ലോ ഇതൊക്കെ. മാതിരി കാഴ്ചകളാണ് ഇതൊക്കെ. ഉണ്ടോ പീരങ്കിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ.
പീരങ്കിയൊക്കെ കാണാം നമുക്ക്. ഉണ്ടോ പീരങ്കി, ഒരു ഫാമിലി പീരങ്കിൻ്റെ അടുത്ത് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഉണ്ടോ എല്ലാം കാണാം. ഇവിടെ ഞാൻ പറഞ്ഞതേ ഈ ഒരു ചൂടും കൂടി എടുക്കാതെ AC പോലുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ എന്താ വെച്ചാൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് പ്രാക്കളാണ്. പ്രാക്കളും വേറെ ജന്തുക്കളൊക്കെ ആയിട്ട് ആകെ ഇതിനകത്ത് കൂടെ കുറച്ച് യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു വൃത്തികെട്ട ദുർഗന്ധം നമുക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് റിട്ടേൺ പോരും. ഞാൻ നേരത്തെ ഇതിനകത്ത് കയറി. അപ്പോൾ ഈ പ്രാവിൻ്റെ കാഷ്ടത്തിൻ്റെ സ്മെല്ലും വേറെ പല സംഭവങ്ങളായിട്ട് പിന്നെ അധികം നിന്നില്ല. അത് നോക്കി ഭയങ്കര സംഭവമായിട്ടതൊക്കെ അത്ഭുതം തന്നെയാണ് ഈ കാഴ്ചകളൊക്കെ. മറ്റേ ആ വവ്വാൽ കരയണ സൗണ്ടാണ് തോന്നുന്നുണ്ട്. ഇതിനകത്തൊക്കെ വവ്വാൽ തന്നെ ഭയങ്കര ഗന്ധമാണ്. ഇതിനകത്ത് അധികം നിൽക്കാൻ കഴിയില്ല, ഭയങ്കര സ്മെല്ലാണ്. നമുക്ക് ഇവിടുന്ന് പോയി വേറെ എവിടെയെങ്കിലും കാഴ്ചകൾ കാണാം. ആ സ്മെല്ലില്ലായിരുന്നെങ്കിൽ ഏറ്റവും രസമായിരുന്നു ഇവിടെ. ഇതിനകത്തേക്കും ഒരു AC നിൽക്കണമാതിരി, അതിനകത്തൊരു ചൂടുമില്ല. എന്തായാലും പുരാതന കാലത്തെ മനുഷ്യന്മാർ ഉണ്ടാക്കിയിട്ടാണുള്ളതൊക്കെ. അത്ഭുതം എന്നൊക്കെ പറഞ്ഞാൽ മഹാത്ഭുതം. കേട്ടോ കോട്ട താഴത്തുനിന്ന് മേലേക്ക്. ആ ഏറ്റവും മണ്ടയിലായിരുന്നു നമ്മൾ നേരത്തെ നിന്നിരുന്നത്. അവിടെ നിന്ന് നമ്മൾ ഇവിടെ എത്തി. ഇത് കോട്ടയുടെ വേറെ സ്ഥലങ്ങളാണ്. നമുക്ക് ഇവിടെ കൂടെ ഒന്ന് കറങ്ങാം. ഒരുപാട് ഫാമിലീസ് ഒക്കെ വന്നിട്ടുണ്ട് ഇവിടെ കാണാൻ. ഉണ്ടോ ഫോട്ടോ ഇവിടെ നിന്ന് കാണുമ്പോൾ ഒരു വൈബ്. ഇവിടെ ഇതിൻ്റെ മേലെ ഞാൻ നേരത്തെ കയറിയിട്ടില്ലായിരുന്നു. നല്ല രസമായി. ഒക്കെ പലതും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒക്കെ പൊളിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ ഇനി എത്ര കാലം ഉണ്ടാവും നമുക്ക് നമ്മളെ അടുത്ത തലമുറയ്ക്ക് ഇതൊക്കെ കണ്ട് ആസ്വദിക്കാൻ കഴിയുമോ എന്നുള്ള സംശയമാണ്. അത് ചരിത്രത്തോട് ഇഷ്ടമുള്ള പിന്നെ ഭരണാധികാരികളുണ്ടെങ്കിൽ ഇതൊക്കെ നിലനിൽക്കും. അല്ലെങ്കിൽ ഇതും എന്തെങ്കിലുമൊക്കെ നാമാവശേഷമാകും എന്നാണ് എൻ്റെ അഭിപ്രായം. വീഡിയോ കുറേ ലോങ് ആയിട്ടുണ്ട്. എന്നാലും ഇതൊക്കെ കാണേണ്ട കാഴ്ചകളായതുകൊണ്ട് അങ്ങനെ ലോങ്ങായി പോയതാണ്. കാരണം ഇതിലൊന്നും ഒഴിവാക്കല്ല. ഇവിടെ നമുക്ക് അത്രയും കാണുന്നുണ്ട്. സെക്യൂരിറ്റി ഓഫീസറുണ്ട് ഇവിടെ. കുറേ ടൂറിസ്റ്റുകളാകണ്. ഒരു ഗൈഡ് ഇവർക്ക് പറഞ്ഞു കൊടുക്കണം. ഒരു ഗൈഡ് ഉണ്ട് അവിടെ, ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ ഗൈഡിനെ ഞാൻ ചോദിച്ചിന്. ഈ കോട്ടൻ്റെ അകത്തൊക്കെ ആ സ്മെല്ലുണ്ട് കേട്ടോ. ആ വവ്വാലിൻ്റെ ഗന്ധം ഉണ്ട്. ഇവിടെ എന്തൊക്കെയുണ്ട്, ഗൈഡ് മാപ്പ് ഓഫ് ഇന്നർ എഴുതിയിട്ടുണ്ട്. മൾട്ടിമീഡിയ ആൻഡ് സൗണ്ട് ഷോ ആൻഡ് ഫേസസ് ലൈറ്റിംഗ്, ഗോൾക്കൊണ്ട ഫോർട്ട്, ഹൈദരാബാദ്.
അപ്പോൾ ഗോൾക്കൊണ്ട ഫോർട്ടിനെ കുറിച്ചുള്ള വീഡിയോ ഏകദേശം അവസാനിപ്പിക്കാൻ നേരമായി. അത് ഒരുപാട് ലോങ്ങായി. എനിക്ക് യൂട്യൂബ് വലിയൊരു ഐഡിയ അല്ല യൂട്യൂബിനെ കുറിച്ച്. എന്നാലും ഞാൻ ചെയ്ത വീഡിയോകളിൽ ഏറ്റവും മനോഹരമായിട്ട് നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു വീഡിയോ തന്നെ ആവുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. നല്ലൊരു കാഴ്ച കേട്ടോ അത്. ഒന്ന് ഞാൻ അങ്ങോട്ട് മേലെ കയറിയപ്പോൾ കണ്ടിരുന്നില്ല, അതാ കണ്ടത്. ഇതിൽ കോട്ടൻ്റെ മുകളിലേക്ക് കണ്ടോ പിന്നെ പാനീയങ്ങളൊക്കെ തലച്ചുമടായിട്ട് കൊണ്ടുപോകണുണ്ടോ പണിക്കാർ. അവർ കൂടുതൽ പൈസ വാങ്ങണതിന് പറയാനും പറ്റില്ല, കാരണം അത്രയും ഉയരത്തിലേക്ക് അത് ഏറ്റി കൊണ്ടുപോകണം. അതുപോലെ ഏറ്റുകൂലി കൊടുക്കണ്ടേ, അതുകൊണ്ടൊക്കെ ആയിരിക്കും അവർ കൂടുതൽ പണം വാങ്ങുന്നത്. ഏതായാലും ഭയങ്കര വൈബായിട്ടോ. ഇത്രയും മനോഹരമായ ഒരു ചരിത്ര സ്മാരകം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങളൊക്കെ എന്തായാലും ഹൈദരാബാദ് വന്നതൊന്ന് കാണണം. ഒരു 2 ദിവസമൊക്കെ ഒരു ദിവസം രാവിലെയാണ് വരണം നിങ്ങൾ. എന്നിട്ട് വൈകുന്നേരം വരെ നിന്നാലും നിങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ തോന്നില്ല. ചരിത്രം തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഒരുപാട് നേരമായി വീഡിയോ. ഇതിൽ കുറച്ചിത് കാണിക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് ഇത്രയും ലോങ് ആക്കിയത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതാ ആദ്യം പറയേണ്ടതായിരുന്നു. വീഡിയോ കണ്ടവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ കൂടുതൽ വീഡിയോകൾ എനിക്ക് ചെയ്യാനുള്ളൊരു പ്രചോദനം ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇനിയും ലോറി യാത്രകൾ പോകുമ്പോൾ ഇതുപോലുള്ള ചരിത്രപ്രധാനമായ സ്ഥലത്ത് അതിൻ്റെ കാഴ്ചകൾ, എനിക്ക് കാഴ്ച കാണാൻ പൈസക്ക് മുടക്കുന്നില്ല. ഞാൻ ലോറിയിൽ പണിക്ക് പോകുന്നതുകൊണ്ട് ഇവിടെ വന്നു. എനിക്കാകെ ഈ ബൈക്ക് കൊണ്ട് ഇന്നെ ഇവിടെ എത്തിച്ചുകൊണ്ട് കൊടുക്കേണ്ട പൈസ ചിലവായിട്ടുള്ളൂ. ഇനി തിരിച്ചു വാങ്ങേണ്ടി തന്നെ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ കാരണം കാറിലോ ബസ്സിലോ ട്രെയിനിലോ വരണം, അപ്പോൾ ഇരട്ടി പൈസ ചിലവാണ്. ഞാൻ എൻ്റെ തൊഴിലിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടാണ് ഈ മനോഹരമായ കാഴ്ച കണ്ടത്. അപ്പോൾ എല്ലാവരോടും സ്നേഹം, എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ എൻട്രൻസിൻ്റെ ഒരു കാഴ്ചകളും കാണിച്ചിട്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഗോൾക്കൊണ്ട ഫോർട്ടിനെ കുറിച്ച് ഞാൻ ചെയ്ത വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും വീഡിയോകൾ ചെയ്യാം, നിരന്തരമായി ഒന്നുമില്ല. എപ്പോഴേലും ഇതുപോലെ അവസരം കിട്ടുമ്പോൾ വീഡിയോകൾ ഇനിയും ഉണ്ടാവും. ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി. ഇനി നമുക്ക് കാണാം. ഇനി ഞാൻ തിരിച്ച് ലോറിൻ്റെ അടുത്തേക്ക് മടങ്ങുകയാണ്. ഓക്കെ. ഓക്കെ, താങ്ക് യു സുഹൃത്തുക്കളെ, താങ്ക് യു.